सखियां ने सजना है मैं भी सवरना है आज दिन चढ़े ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. ഐ തിങ്ക് നമ്മളൊരു 1 മന്തിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവ ബഹുലവികല എന്തൊക്കെയായിട്ട് കുറച്ചായിട്ട് തിരക്കിലായിരുന്നു അല്ലമ്മ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിനൊക്കെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ അളാപ്പാട മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോയുടെ കഴിഞ്ഞ വർഷത്തിൽ നടന്ന കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം വരെ നമ്മൾ അപ്ലോഡ് ചെയ്ത് പിന്നെ വെഡ്ഡിങ് ഡേയുടെ അന്ന് അപ്ലോഡ് ചെയ്യാൻ മുതൽ നമ്മൾ ചെയ്തിട്ടില്ല. അന്ന് മുതൽ നമ്മൾ ഓരോ തിരക്കിലൊക്കെ പെട്ടിട്ട് ചെയ്തില്ല കേട്ടോ. നമ്മൾ ഇനിയും ഇവിടുന്ന് മുതൽ ഇതുപോലെ യൂട്യൂബിൽ പണ്ടത്തെ പോലെ നല്ല ആക്റ്റീവായിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്ത് ഫുൾ മിസ്റ്റേക്ക് ആട്ടെ, കുറേ ആയാലും പറഞ്ഞിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ റെഡി ആവുന്നില്ല. പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നമ്മുടെ ഫാമിലിയത്തെ കല്യാണം ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഭക്ഷണം കഴിക്കണം, എന്നാലും നമുക്ക് വരുന്ന ഗസ്റ്റുകളോടൊക്കെ സംസാരിക്കാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ അങ്ങനെ ഇപ്പോൾ ഐസ്ക്രീം കാര്യമായിട്ട് കഴിക്കലില്ല കേട്ടോ. അങ്ങനെ നേരെ മേലേക്ക് പോയിട്ട് പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിയാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഈ ഡാൻസിൻ്റെ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരും പരിപാടിയായിരുന്നു, ഇവരെ പരിപാടി ഉഷാറായിരുന്നു. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവരുടെ. പിന്നെ ആദ്യം ഒരാൾ വന്നു, പിന്നെ 2 ആൾ വന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ഒരു പരിപാടി കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെന്തായാലും കല്യാണം മടിച്ചു പൊളിച്ചു ഉഷാറായ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും പറയുകയാണ്, വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉമ്മച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. ഇത് ഉമ്മച്ചിയുടെ 2 മരുമക്കളാണ്, ബദൂർ അളിയനും ഗഫൂർ അളിയനും. ഇവരൊക്കെ കൂടിയിട്ട് കല്യാണം എന്തായാലും അടിച്ച് പൊളിച്ച് ഉഷാറാക്കിയിട്ട് വൈബാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പെണ്ണിനെ വിളിക്കാൻ പോവാനായി. അങ്ങനെ ഗ്രൂം ഡ്രസ്സൊക്കെ മാറി പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ऐसा देखा नहीं खूबसूरत कोई जिस्म जैसे अजंता की मूरत कोई जिस्म जैसे निगाहों पे जादू कोई जिस्म नगमा कोई. പിന്നെ ഇമ്മച്ചി എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. ശരിക്കും ഇമ്മൊക്കെ ഇളയമ്മ എന്നാ വിളിക്കല്ലമ്മ. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പാടെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ഉമ്മച്ചിന്ന് വിളിക്കും. ഇവരിങ്ങനെ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇളയമ അങ്ങനെയൊക്കെ ആണല്ലോ. അന്ന് പറഞ്ഞെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഗൈസ്. എന്തായാലും നമ്മൾ വീട്ടിലെത്തി, അല്ല ബ്രൈഡിൻ്റെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കുടിച്ചു. ഇനി ബ്രൈഡിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്.
सवरना है आज दिन चढ़िया तेरे नाम दा वे आज सजया है वे सारा शहर. ഗൈസ് നമ്മൾ തലേ ദിവസത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മുടെ ഇക്കാടെ ഫ്രണ്ട്സാണ്, അവിടെയുള്ള ചെക്കന്മാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ബ്രൈഡിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് എൻട്രി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ബ്രൈഡ് അതാ നടന്നു വരുന്നു. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ, ഈ ബ്രൈഡ് ഇങ്ങനെ വരിക, എന്നിട്ട് ഗ്രൂം അവിടെ നിന്ന് ടാറ്റു കൊടുക്കുക, നല്ല രസമാണ്. അപ്പോൾ നമ്മളിങ്ങനത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന്, പിന്നെ ബ്രൈഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും. കാരണം കുറേ ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും പോസുകൾ പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ ലാസ്റ്റ് അവർ സ്റ്റേജിലേക്ക് എത്തുന്ന വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. പക്ഷെ സംഭവം നല്ല രസമുള്ള പരിപാടി കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ. ഒരുപാട് നേരത്തെ പോസ്റ്റിങ്ങിന് ശേഷം അതുപോലെ ഫോട്ടോ എടുക്കലിന് ശേഷം വീഡിയോ എടുക്കലിന് ശേഷം ബ്രൈഡും ഗ്രൂമും കണ്ടുമുട്ടിയിട്ട് ബൊക്കെ കൊടുത്തിട്ടാ. കുറേ നേരം ഇപ്പം ഇതിന് മുന്നേ ഇപ്പം ഞാൻ എന്താ പറയുമെന്നും പറയില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ അവിടെ ഒന്നും പറയാതെ ഇട്ടതിട്ടാ. ഇതിങ്ങനെ കുറച്ച് കാണിച്ചെന്നുള്ളൂ. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ 2 പാർട്ടാക്കി ഇടാന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഇവിടെ റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു 2 വീഡിയോസ് ഇടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. 2 പാർട്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് ചായക്ക് കുടിച്ചു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ബ്രൈഡ് പോന്നു. അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സീൻസ് ആയിരുന്നു. പിന്നെ അതൊന്നും കൂടുതൽ എടുത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഫാമിലി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു പാർട്ടുമായി വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാൻ ബൈ ബൈ. खुशबू को